ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൊണാഫ്ലിക്സിന്റെ സെറ്റപ്പ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുമെന്ന്. ചില മഹാവ്യക്തിത്വങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കിയിരിപ്പുണ്ട്. നിങ്ങൾ ഇതിനകത്തൊന്നും ഞെക്കിയാൽ പോരല്ലോ. നാസയുടെ റോക്കറ്റ് ഇവിടെ ഒന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞു. എനിവേ, ഇന്ന് നമ്മുടെ ഈ ഒരു ബാഗ് നിറച്ച് വിവരക്കേടുണ്ട്. ഇതിനകത്ത് മൊത്തം ന്യൂസ് ആണ്. സോ ഇവിടെ പ്രത്യേകിച്ച് കൊണയല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. വെൽക്കം ടു കൊണാഫ്ലിക്സ്. ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ന്യൂസ് 2 യുവാക്കൾ കേരളത്തിനോട് ചെയ്ത തെറ്റിനെ പറ്റിയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റ് മൊത്തം യവന്മാരെ അടി കൊല്ലാനൊക്കെ പറഞ്ഞ പുള്ളിക്കാരനെ സീരിയസ് ആയിട്ട് എടുത്തു. അന്ന് കേരളം ചത്തു. ഇത് കണ്ടപ്പോ തൊട്ട് എന്നോട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ, ഞാനിത് സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. എന്തെങ്കിലും പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ടല്ലോ. ആദ്യത്തെ സിനിമ പൊട്ടിപ്പോയി, അച്ഛന്റെ സമ്പാദ്യം മുടിപ്പിച്ചു, ചിലപ്പോൾ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ നശിപ്പിച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തോ, പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റ് മേടിക്കുമല്ലായിരിക്കും, നമ്മൾ നമ്മുടെ മനസ്സമാധാനം അവിടെ പണയം വെക്കുമായിരിക്കും. ആരും തുടങ്ങുമ്പോൾ അഭിനയ കുലപതിയായിട്ടല്ല തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്നവർ തന്നെ ഏറ്റവും കൂടുതൽ നന്നാക്കാൻ നോക്കുന്നത്. ഒരു കസേര ഇട്ട് കുത്തിയിരുന്ന്, വേറെ രീതിയിൽ കസേരയിട്ട് കുത്തിയിരുന്ന് സ്റ്റോറി മറിയുന്നത് കാണാൻ മുംബൈയിലെ ഒരു ഡോൺ അയാളുടെ ഇസൂസു വണ്ടി എടുത്ത് നേരെ പോയി റോഡിന്റെ നടുക്ക് നിൽക്കുക. ഇങ്ങനെ പണയുന്നതിനെക്കാട്ടി എത്രയോ കഴിവ് വേണം മുംബൈയിലെ ഒരു ഡോൺ അയാളുടെ ഇസൂസു വണ്ടി എടുത്ത് റോഡിന്റെ നടുക്ക് എന്ന് നിൽക്കാൻ. പറയൂ നിങ്ങൾ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വൃത്തികെട്ട സിനിമ ഉണ്ടാക്കിയ ഒരു റിവ്യൂവറിനെ കാട്ടി കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെറി വിളിക്കുവോ? വിളിച്ചാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് വലിയ നാണമൊന്നുമില്ല. സത്യം അത്. ഈ പരിപാടി വെച്ചിട്ടുള്ള ഡയലോഗ് ഡെലിവറി, മസിൽ പിടുത്തവും ചാട്ടവും എന്താ പുള്ളി കാണിക്കുന്നത്? ഇതുപോലത്തെ ഒരു കോമഡി. ശരി, ഈ പുള്ളിക്കാരൻ വലിയൊരു ടീമിന്റെ ഫ്രണ്ട്, വലിയൊരു ക്യാമറയുടെ ഫ്രണ്ട്, വലിയൊരു ഫിലിം സെറ്റിൽ നിന്നുകൊണ്ട് നാണം കെടുന്നു. ശരി, എന്നാൽ നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, കോക്കണ്ണൻ ഒരു കസേരയിലിരുന്ന് ആരും ഇല്ലാതെ മുറി അടച്ചിരുന്ന് കൊണ പറയുന്നു. ഞാനൊരു കസേരയിലിരുന്ന് ഗ്രീൻ സ്ക്രീൻ വെച്ച് മുറി അടച്ച് മാറ്റി ഡയലോഗ് മാറ്റി. ബ്രേക്കിംഗ് ന്യൂസ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട റിവ്യൂവറിനെ റോസ്റ്റ് ചെയ്ത യുവാവിനെ നാട്ടുകാർ തല്ലി ഓടിച്ചു, കിണറ്റിലിട്ടു. അങ്ങനൊന്നും വരരുത്. ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞു, ഞാനൊരു പാവമാണ്. സത്യം പറയാലോ, എനിക്ക് റിവ്യൂവേഴ്സിനോടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഫൈനാണ്. പക്ഷെ ചില 10 തോറ്റ ഐൻസ്റ്റീന്റെ കുഞ്ഞുങ്ങളുണ്ട്, അവന്മാരുടെ കളി കണ്ട സിനിമ ഉണ്ടാക്കുന്നവരെ കാട്ടി കഴിവുണ്ടെന്ന് അവന്മാരുടെ വിചാരം. അതിനോട് എനിക്ക് തീരെയും യോജിപ്പില്ല സുഹൃത്തുക്കളെ. അതാണ് എന്റെ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഡയറക്ടർ 200 ദിവസത്തെ ഉറക്കം കളഞ്ഞിട്ട് 200 കോടിയുടെ സിനിമ ഉണ്ടാക്കിയിട്ട് ഒരുത്തം വന്നിട്ട് 200 രൂപയുടെ കപ്പലണ്ടി ഉറിഞ്ചിക്കൊണ്ട് 20 രൂപയുടെ മൈക്കും വെച്ചിട്ട് ഫസ്റ്റ് ഹാഫിന്റെ ക്യാമറ ആംഗിൾ വളരെ മോശം, ഷൈഡിന്ന് എടുക്കായിരുന്നു, ഒരെണ്ണം കാലിനിടയുന്നു. സുഹൃത്തുക്കളെ, തെരുവുകളിൽ നിന്ന് വളരെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് കിട്ടുന്നത്. എന്തിനാണോ കൊന്നിട്ട് എന്ന് ചോദിച്ചിട്ട് അണ്ണൻ നേരെ പോയിട്ട് എവിടെ കണ്ട് കൊണ്ടുപോയി വണ്ടി തട്ടി, പ്രശ്നമായി. വണ്ടി ആകുമ്പോൾ തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യും, സ്വാഭാവികം. മോനെ, പഴയ സുരേഷ് ഗോപിയുടെ പടം തന്നെ തീ. ഇത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത പടത്തിന്റെ ട്രെയിലറാന്നേ പറയത്തുള്ളൂ. തീ കട്ടെ. സോറി, ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതേ അഭിനയം തന്നെ സിനിമയിൽ കാണിച്ചാൽ പോരായിരുന്നോ? ഹിറ്റായനെ. അറിയാൻ സാധിക്കുന്നത് ആക്സിഡന്റ് പറ്റിയെടുത്തോട്ട് വന്ന ആംബുലൻസിനകത്ത് ഒരു ഓസ്കാർ കൂടെ കൊടുത്തു വിട്ടുവെന്നാണ്. അടുത്തതായി കിട്ടുന്ന ബ്രേക്കിംഗ് ന്യൂസ്. അമ്പലത്തിൽ കയറി ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പോയ ഇൻഫ്ലുവൻസറിനെ കമ്മിറ്റിക്കാരെ റെഡിയാക്കി വിട്ടു. ജനങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്നാൽ, ബിഗ് ബോസിൽ കയറാൻ നേരെ ഊരി വെച്ച തലച്ചോറ് തിരിച്ചെടുക്കാൻ മറന്നുപോയി എന്നാണ്. മാഡം, ഇത് ബിഗ് ബോസ് അല്ല. ഇവിടെ വൈൽഡ് കാർഡ് എൻട്രി അടിച്ച് വഴക്കുണ്ടാക്കി റൂൾസ് ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഇവിടെ TRP അല്ല കിട്ടുന്നത്, ആൾക്കാരുടെ ഈ നാട്ടും തുപ്പുവാണ്. നമ്മളെ ഈ റൂൾസ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സെറ്റിംഗ്സ് അല്ല. എല്ലാം ഒന്നും നമുക്ക് എവരി വണ്ണിന്ന് ക്ലോസ് ഫ്രണ്ട്സ് ആക്കാൻ പറ്റത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബിഗ് ബോസിൽ കയറി ആരും ഒരിക്കലും റിട്ടയർ ആവാറില്ല, ചാവുന്നവരെ അവരതും തുടരും. പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ അമ്പലത്തിൽ കയറി കാല് കഴി എന്നും പറഞ്ഞിട്ട് ഭൂമി കറക്കം നിർത്തിയിട്ടില്ല. റിലീജിയൻ അൺഇൻസ്റ്റാൾ ആയി പോകത്തില്ല. ഒരമ്പലത്തിൽ നിന്ന് ദൈവം പണി നിർത്തിയിട്ട് ഇറങ്ങി പോകാനും പോകുന്നില്ല. ഇത്രയും വലിയ ദൈവത്തിന് ഒരു മനുഷ്യൻ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിക്കാനായിട്ടാണ്. അതൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചിട്ട് വേണം കയറി പോവാൻ. അടുത്തതായി കിട്ടുന്ന വാർത്ത, ഉണ്ണിക്കണ്ണൻ വിജയ് അണ്ണന്റെ കാലിനിടയിൽ വിജയണ്ണൻ എന്താ അടിച്ചേങ്കോണ് തെറ്റിയ പോലെ നടക്കാൻ വെള്ളം അടിക്കേണ്ടെന്ന് തെളിയിച്ചു തന്ന ഒരു വ്യക്തിയാണ് ഇത്. വെയിറ്റ് ചെയ്യും, പുള്ളിയുടെ പരിപാടികൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഈ പുള്ളിക്കാരനൊരു പ്രത്യേകതരം മുണ്ടെടുത്ത് അതിനകത്ത് വിജയണ്ണന്റെ പടം അല്ലട എന്തുവാടോ ചുമ്മാത്. സാറേ, ഇത് ആരാധനയല്ല, ഇത് അപരാധമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, വിജയണ്ണൻ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? പുള്ളിക്കിപ്പോ വേണ്ടത് വോട്ടല്ല, നിന്റെ റാട്ടല്ല. ഇത് ഫാനും കോപ്പൊന്നും അല്ല, ഇതാ ഫോട്ടോയെ ഞമക്കി കൊന്നു. വെരി ബാഡ് ബ്രോ, വെരി ബാഡ്. ഇത് കാണുന്ന എല്ലാ വലിയ ഫാൻസിനോടും എനിക്കൊരു ചെറിയ കാര്യം പറയണം. നിങ്ങൾ ടിക്കറ്റ് മേടിച്ചോ, കൈ അടിച്ചോ, കൂവിക്കോ, ബേളം വെച്ചോ, അവരുടെ പോസ്റ്റർ ഒട്ടിച്ചോ, എല്ലാം ചെയ്തോ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കണം, ബിഗ് സ്ക്രീനിൽ കാണേണ്ട മനുഷ്യനെ. അടുത്തതായിട്ട് കിട്ടുന്ന ബ്രേക്കിംഗ് ന്യൂസ്. കൂതിയിലെ താരരാജാവ് അലിൻ ജോസ് പെരേരയ്ക്ക് സ്വന്തം പപ്പായുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്ന
കണ്ടാൽ നിങ്ങൾ തുപ്പും, ചിലപ്പോ തൂറും. ഞാൻ ലൈഫിൽ എന്തായാലും ഇതുപോലെ ഒരു വയലൻസിന് ഞാൻ തയ്യാറാവില്ല, ഞാൻ കല്യാണം കഴിച്ചാലും. കാരണം ഇതൊരു വയലൻസ് പൊട്ടിത്തെറിക്കാൻ എനിക്ക് സംശയമൊന്നുമില്ല. പുതിയ സർക്കസിലേക്ക് ഏവർക്കും സ്വാഗതം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അവതരിപ്പിക്കുന്നു ഹാർഡ് കോർ കോമാളി. ഫാദർ അലക്സാണ്ടർ ഇരിക്കുന്നു. ഒരു കോമാളി ലൈവ് വന്നിട്ട് സ്വന്തം തന്തയെ പട്ടീന്ന്, പിതാവ് ചാർജ് ചെയ്ത് കൊടുത്ത നെറ്റ് കൊണ്ട് തന്നെ ലൈവ് ഇട്ട് പിതാവിനെ പട്ടീന്ന് വിളിച്ച് യുവാവ്. ഒന്ന് ആലോചിച്ച് നോക്കിയ മോനെ, നിന്റെ കാരണവരിത് അങ്ങ് മണ്ടയ്ക്കൂന്ന് താഴോട്ട് നോക്കാൻ നേരെ കാണുന്ന അവസ്ഥ. അവര് വലിയ യുദ്ധമുണ്ടാക്കി, അവര് സ്ഥലങ്ങൾ വെട്ടിപ്പിടിച്ചു. ഇപ്പൊ അവരുടെ മൂത്ത കിഴപ്പുള്ള കൊച്ചുമോൻ ഇൻസ്റ്റ വന്ന് തന്തയെ പട്ടീന്ന് വിളിക്കുന്നു. പുള്ളി വിഷമത്തിലാണ് ഗൈസ്, വിഷമത്തിൽ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും ഗൈസ്. വയലന്റ് ആണ്, ഇതുവരെ കാണിച്ചിട്ടില്ല. എല്ലാവർക്കും ഉള്ളത് ഫാമിലി ട്രീ ആണ്. അലിൻ ജോസ് പെരേരയ്ക്കുള്ളത് ഫാമിലി കഞ്ചാവാന്ന് തോന്നുന്നു. മറ്റേ സ്വന്തം തന്തയ്ക്ക് ഇച്ചിരി റെസ്പെക്ട് കൊടുക്കുക. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ പിള്ളേരുണ്ടല്ലോ നിന്നെ പണിയും. അലിൻ ജോസ് പെരേരയുടെ അമ്മുമ്മ രംഗപ്രവേശനം ചെയ്യുന്നു. എന്റെ അമ്മുമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി, എന്റെ അമ്മുമ്മയുടെ ലൈഫ് കഥാപാത്രമാക്കി ഇടക്കുവെച്ച് നമുക്ക് ഇത് തന്നെയാണ്. നമ്മൾ ജനിച്ചതാ തെറ്റ്, ജനിച്ചത് ഈ നശിച്ച കാലഘട്ടത്തിൽ. അടുത്തതായിട്ട് കിട്ടുന്ന ന്യൂസ് ഇച്ചിരി പ്രശ്നമാണ്. മന്ത്രി ഗണേഷ് കുമാറും മോഹൻലാലും KSRTC ബസ്സിൽ കയറിയപ്പോൾ ബാട്ട ചെയ്ത് ഒരുത്തൻ ലാലേട്ടനെ. ആരാണ് ഇങ്ങനെ ചിന്തിച്ചത്? ആരാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എല്ലാരും ചെന്ന് ചോദിക്കാനുള്ളത് സാറേ ഒരു സെൽഫി, സാറേ ഒരു ഓട്ടോഗ്രാഫി. പുള്ളി ചെയ്തതോ അറിയാൻ സാധിക്കുന്ന ഇതല്ല, ലാലേട്ടന്റെ തെറ്റാണ്. കാരണം പിള്ളേരെ തൊട്ടാൽ മാത്രമേ ചവിട്ടി ഭിത്തിക്ക് കയറ്റത്തുള്ളൂ. ഇതിന്റെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? KSRTC കയറിയപ്പോ ലാലേട്ടന് വരെ ഇത് അനുഭവം. അയ്യോ, ഇപ്പൊ സാധാരണക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് പോയി. ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് പോയാൽ എന്തോ കൊടുക്കും? അതാരാണ് തൊട്ടതെന്ന് പറഞ്ഞാൽ സുഹൃത്തെ നിന്റെ ആരാധന മനസ്സിൽ വെക്ക്, കൈ പോക്കറ്റിൽ. പക്ഷെ പാവം ഒന്ന് തൊടണമെന്നുള്ള ആഗ്രഹത്തിൽ തൊട്ടായിരിക്കും. ചിലപ്പം അറിയാതെ കൈ ഒന്ന് മാറിപ്പോയതായിരിക്കും. ലാലേട്ടനെ തൊടണമെന്നുള്ള ഒരു ആഗ്രഹം എന്നിട്ട് അറിയാതെ വളരെ നിഷ്കളങ്കമായിട്ട് ചെയ്തതാണെന്നാണ് എന്റെ വിശ്വാസം. അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ഈ നിഷ്കളങ്കത ഏതായാലും നടിമാരെടുത്തായിരുന്നെങ്കിൽ പൊന്നു മോനെ അവരുടെ ബോഡി ഗാർഡ് ബാക്കി വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ ഇടിച്ചു പൊട്ടിച്ചു. ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹൃദയപൂർവ്വവും ലോക്കയും ഒരുമിച്ച് റിലീസായി. ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കമന്റ് ചെയ്യൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സ്പൈഡർമാൻ. അറിയാൻ സാധിക്കുന്നത് പീറ്റർ പാർക്കറിനെ കടിച്ചത് ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ ആണെങ്കിൽ ഇവനെ കടിച്ചത് മൂട്ട. പീറ്റർ പാർക്കർ വലിയ വലിയ ബിൽഡിങ്ങുകളിൽ വല വിട്ട് പിടിച്ചു പോകാൻ നേരം ഇവൻ പിടിച്ചത് വള്ളി, വിട്ടതൊരു വളി. അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് അല്പം കടുപ്പമാണ്. ഒരു പാവപ്പെട്ട അപ്പൂപ്പൻ ഒരു സിനിമാ നടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാം വളരെ ശാന്തിയോടെ സമാധാനത്തോടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പുള്ളിയുടെ ക്യാമറ സ്വിച്ച്ഡ് ഫ്രം ഫാമിലി ഫങ്ഷൻസ് ടു ആസ്ട്രോണമി ടെലിസ്കോപ്പ്. എന്നാ സൂം അപ്പൂപ്പ സൂം ചെയ്ത്. സുഹൃത്തുക്കളെ അറിയാൻ സാധിക്കുന്നത് ഇത് കണ്ടിട്ട് നാസ വരെ അപ്പൂപ്പനെ വിളിച്ച് ചോദിച്ചു ആ ലെൻസ് ഒന്ന് തരാമെന്ന് മാർസ് മിഷന് വേണ്ടി. അപ്പൂപ്പനെ രാവിലെ എണീച്ച് വെറും വൈറ്റ് 2 ജവാൻ അടിച്ചില്ലേ കൈ വരയ്ക്കും. പക്ഷെ ആ ക്യാമറ പിടിച്ചപ്പോ സ്നൈപ്പർ ആയിരുന്നു, സ്നൈപ്പർ. അപ്പൂപ്പ ഫോർ അഡീഷണൽ ഇൻഫർമേഷൻ ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രായത്തിൽ അപ്പൂപ്പന്മാര് ലെൻസും വെച്ച് മഹാഭാരതം വായിക്കേണ്ട സമയമാണ്. ഹോളി ബുക്സ് സൂം ചെയ്ത് വായിക്കേണ്ട സമയം ഹോളി അപ്പൊ എന്തായാലും വീട്ടിൽ ചെന്ന് പെൻഷൻ വന്നോ നോക്കാം, അല്ലെങ്കിൽ മുമ്പേം പോകും. പിന്നെ അവസാനം ഒന്നും നടക്കത്തില്ല. അടുത്ത ബ്രേക്കിംഗ് ന്യൂസിലേക്ക് പോവാ സുഹൃത്തുക്കളെ. നടി ഒരുത്തനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ നോക്കി. യൂഷ്വലി നടിമാരെല്ലാം ട്രെൻഡ് ആവുന്നത് ഫിലിം അവാർഡ്സ്, റെഡ് കാർപ്പറ്റ്, ഔട്ട്ഫിറ്റ്, റീൽ ഡാൻസിങ് അതിനൊക്കെയാണ്. പക്ഷെ ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ IPC സെക്ഷനിലാണ് ട്രെൻഡ് ആവാൻ പോകുന്നത്. തത്സമയം കിട്ടുന്ന വാർത്ത നടി തട്ടിക്കൊണ്ടുപോയ ഏരിയയിൽ കുറെ സിംഗിൾ യുവാക്കൾ കറങ്ങി നടക്കുന്നു. എന്തിന്? നമ്മുടെ റിപ്പോർട്ടേഴ്സിനെ വെച്ച് നമ്മൾ കുറച്ചും കൂടെ അന്വേഷിച്ചപ്പോൾ അതിലൊരു യുവാവിന്റെ അമ്മ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പോയത് നമ്മ കരുതിയാൽ മതി എന്നാ അവൻ പറഞ്ഞു പോകുന്നതിന് മുമ്പേ. അല്ല ഒരു മിനിറ്റ്, യുവതി സഹനടി കോണാത്തിലെ നടിയൊക്കെ മാറി പേര് കൊടുത്താ. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട, ഇതാണ് ഞാൻ ഈ കാണുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അടുത്തതായി നമുക്ക് വെൽക്കം ചെയ്യാം ഈ കൂട്ടത്തിലെ ഏറ്റവും എക്സ്ട്രീം ഐറ്റം. ഇവരൊക്കെതിൽ നോബൽ പ്രൈസ് കിട്ടിയ ആള്. സുഹൃത്തുക്കളെ, ഒരു ടീച്ചർ കരുതി ഓണം ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ അത് ആഘോഷിക്കുന്നില്ല, ഞങ്ങൾ അന്യമതമാണ് എന്ന്. ഇനി വരുന്നൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. ടീച്ചർ, നിങ്ങളുടെ IQ കുറവല്ല, അത് നെഗറ്റീവില്ല. നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും ലീവിലാണ്. ഒരു ഓണം ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് കേരള, നോട്ട് എ റിലീജിയൻ. ഈ ടീച്ചറിന് അറിയാത്തതും ഇല്ലാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ജോഗ്രഫി, ഹിസ്റ്ററി, സിവിക്സ് ആൻഡ് കോമൺ സെൻസ്. അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. എല്ലാം ആഘോഷിക്കാം, അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഇനിയും തൊട്ട് ടീച്ചർ അത് ആഘോഷിക്കരുത്. ടീച്ചറിന് ആഘോഷിക്കാൻ പറ്റിയ ഒരൊറ്റ ഫെസ്റ്റിവലേ ഉള്ളൂ, അത് ഇഡിയറ്റ്സ് ഡേ. അറിയാൻ സാധിച്ചത് ഇപ്രാവശ്യം മഹാബലി പാതാളത്തിൽ നിന്ന് വരുന്നത് ഇവരെ കാണാനാ, മോള തീർത്തടിക്കാൻ. അടുത്ത എപ്പിസോഡ് നമ്മൾ വേഗം നേടാൻ എനിക്കൊരു ഗെയിമിംഗ് ചാനൽ ഉണ്ട്, പറ്റുമെങ്കിൽ അതും പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം. 2 സാധനം ഇവിടെ ഉണ്ട്. ഒന്നേ ഗെയിമിംഗ് ചാനൽ അല്ല ഈ വീഡിയോ കണ്ടോ. ടാറ്റാ.